114 സൂറത്തുകളേ ഉള്ളൂ ഖുറാനിൽ. അതിൽ 29ഓളം സൂറത്തുകളിൽ 43 തവണ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരുകൾ പറയുകയും ആ നൂഹ് നബിയുടെ ദഅവത്ത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഖുറാൻ. ഇത്രയും കൂടുതൽ തവണ പറയാൻ കാരണം എന്താ? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ക്രമപ്രവൃദ്ധമായ രീതിയിലാണ് ശിർക്ക് വരിക. ഒറ്റടിക്കടി ശിർക്ക്. ഇതിങ്ങനെ റെയിൽപാളം വളയുന്ന പോലെ വളയുള്ളൂ. അല്ല നമ്മൾ വയനാട് ചുരം പോലെ വളയില്ല. അങ്ങനെ ശിർക്ക് വരുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ ഒരു മുസ്ലിം ആകാത്ത രീതിയിൽ മരിച്ചു പോവുകയും നരകത്തിലേക്ക് പോവുകയും ചെയ്തത്? 2 ഹിക്മത്താണ് പണ്ഡിതന്മാരിൽ. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഗുണപാഠം കൂടിയുണ്ട്. 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നോർമ്മിപ്പിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 22 ആയത്തുകൾ നമ്മൾ അൽഹംദുലില്ലാഹ് വിശദീകരണം മനസ്സിലാക്കി. ഈ 22 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളുടെ വിശേഷണങ്ങൾ പറഞ്ഞു. അതിനുശേഷം മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിൻ്റെ കാര്യം വിശദീകരിച്ചു. പിന്നീട് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ സൃഷ്ടിപ്പിൻ്റെ കാര്യം വിശദീകരിച്ചതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം ഇത്രയും സ്പഷ്ടവും വ്യക്തവുമായി ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഉണ്ടായിരിക്കെ ഇതിനെതിരെ, ഈ തൗഹീദിനെതിരെ, അതല്ലെങ്കിൽ ആ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച ആളുകളുടെ ചരിത്രമാണ്. എങ്ങനെയാണ് ഈ തൗഹീദിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചത്, അപ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്നിങ്ങനെയുള്ള ചരിത്രമാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَلَقَدْ أَرْسَلْنَا نُوحًا إِلَى قَوْمِهِ فَقَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُمْ مِنْ إِلَٰهٍ غَيْرُهُ فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين. അവിടെ വലഖദ് അർസൽന, വലഖദ് ദാലിന് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖിൽ പെട്ടതാണ്. വലഖദ് അർസൽന നൂഹൻ ഇലാ ഖൗമി. നൂഹൻ അവിടെ തൻവീന് ഇൽഹാർ ചെയ്യണം. നൂഹ എന്നല്ല, നൂഹൻ. അവിടെ ഹൻ എന്നുള്ള തൻവീൻ ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. വലഖദ് അർസൽന നൂഹൻ ഇലാ ഖൗമി. നിർത്തുമ്പോൾ ഇലാ ഖൗമി എന്ന് പറഞ്ഞ് നിർത്തണം. നിർത്താതെ ഓതാണെങ്കിൽ ഇലാ ഖൗമിഹി ഫഖാല. നിർത്തുമ്പോൾ ഇലാ ഖൗമി എന്നുള്ള ആ ഹാൻ സക്കത്തിൽ നിർത്തണം. ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, യാ ഖൗമി അബ്ദുല്ലാഹ്, യാ ഖൗമി ഇഅ്ബുദുല്ലാഹ് എന്ന് കൂട്ടി ഓതുമ്പോൾ യാ ഖൗമി, യാ ഖൗമി അബ്ദുല്ലാഹ്. അവിടെ ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ൽ ഉച്ചാരത്തിൽ വരാൻ പാടില്ല.
അപ്പം യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ. അവിടെ മീമു സാക്കിനത്തിന് നമ്മൾ മുമ്പ് പറഞ്ഞു രണ്ട് നിയമമാണുള്ളത്. ഒന്ന് സാക്കിനത്തായ മീമിന് ശേഷം മീമ് വരിക അല്ലെങ്കിൽ ബാ വരിക. ഇവിടെ മീമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ബിഗുന്ന. അതുകൊണ്ട് തന്നെ മാലക്കും മിൻ ഇലാഹിൻ, മാലക്കും മിൻ ഇലാഹിൻ നോക്കാൻ പാടില്ല. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. മിൻ ഇലാഹിൻ നൂന് സാക്കിനത്തിന് ഇൽഹാർ ചെയ്യണം, ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. മിൻ ഇലാഹിൻ ഗൈറു, ഇലാഹിൻ എന്നുള്ള ആ തൻവീനെയും ഇൽഹാർ ചെയ്യണം, ശേഷം ഗൈനാണ്. ഒക്കെ ഇത് ഇൽഹാറിൻ്റെ അക്ഷരത്തിൽപ്പെട്ടാണ്. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. നിർത്താതെ ഓതാണെങ്കിൽ ഗൈറുഹു, നിർത്തി ഓതാണെങ്കിൽ ഗൈറുഹു നിർത്തണം. നിർത്താതെ ഓതാണെങ്കിൽ ഗൈറുഹു അഫല. കാരണം ഹംസക്ക് ഹായിന് ശേഷം ഹംസയാണ് വരുന്നത്, അതുകൊണ്ട് കുറച്ച് നീട്ടണം. അപ്പോൾ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. فقال الملأ الذين كفروا من قومه. പിന്നെ മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. ബശറുൻ തൻവീനെ നൂനിലേക്ക് മീമിലേക്ക് ഇദ്ഗാം ബിഗുന്ന. ബശറും മിസ്ലുക്കും സ ആണ്. യുരീദു അൻ യതഫദ്ദല അലൈക്കും. അവിടെ മീമു സാക്കിനത്താണ്, ഇൽഹാർ ചെയ്യണം. അൻ യതഫദ്ദല അലൈക്കും എന്നോതാൻ പാടില്ല, അവിടെ മണിക്കാൻ പാടില്ല. അൻ യതഫദ്ദല അലൈക്കും വലൗ ശാഅ അല്ലാഹു ലഅൻസല മലായിക. ശാഅ അവിടെ നീട്ടണം, മലായികത്ത് അവിടെ നീട്ടണം. മലായികതം മാ സമിഅനാ ബിഹാദാ ഫീ ആബാ. അവിടെ രണ്ട് സ്ഥലത്ത് നിന്നിട്ടണം. ഫീ എന്നുള്ളിടത്ത് നിന്നിട്ടണം, ആബാ എന്നുള്ളിടത്ത് നിന്നിട്ടണം. ഫീ ആബാഇനൽ അവ്വലീൻ. അപ്പോൾ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന വിഷയം നേരത്തെ പറഞ്ഞു. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞതിന് ശേഷം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് മനുഷ്യന്മാർ ശിർക്കിലേക്ക് പോയതിൻ്റെ ചരിത്രം അള്ളാഹു വിശദീകരിക്കുകയാണ്. മുഅ്മിനീങ്ങളുടെ പേരിൽ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സൂറത്തിൽ ആദ്യത്തെ പ്രവാചകനായ മഹാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് അള്ളാഹ് ആദ്യം പറഞ്ഞത്. വലഖദ് അർസൽനാ നൂഹൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാം അയച്ചിട്ടുണ്ട്. ഇലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ഖൗമിലേക്ക്. വിശദീകരണം ഞാൻ ശേഷം പറയാം. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സമുദായത്തോട്, യാ ഖൗമി, എൻ്റെ സമുദായമേ, ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്ക് വേറെയില്ല, ഒരു ആരാധ്യൻ വേറെയില്ല. അഫലാ തത്തഖൂൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ തഖ്വയുള്ളവരാകാത്തത്, ഇഖ്ലാസ് ഉള്ളവരാകാത്തത്? അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നിർബന്ധമായും അറിയേണ്ട ഒരുപാട് സംഗതികൾ ഉണ്ട്. അതിലിപ്പോൾ ഒന്ന്, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാം അദ്ദേഹത്തിൻ്റെ സമുദായത്തിലേക്ക് അയച്ചു. ഇവിടെ ആദ്യത്തെ പ്രവാചകനാണ്, നമുക്കറിയാം, ആദ്യത്തെ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യത്തെ റസൂലാണ്. ആദ്യത്തെ നബി ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണെങ്കിലും ആദ്യത്തെ റസൂലാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ റസൂലായി നിയോഗിച്ചത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇടയിൽ 10 തലമുറ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആദം നബിയുടെ 10ാമത്തെ പേരക്കുട്ടിയാണ് ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. എന്നാൽ അദ്ദേഹത്തിൻ്റെ 10ഓളം തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ 10 തലമുറകൾ ജീവിച്ച ആളുകളൊക്കെ തൗഹീദിലായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശത്തിലും അദ്ദേഹത്തിൻ്റെ അഖീദയിലുമൊക്കെയായിരുന്നു.
പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം മുതൽക്കുള്ള ചില വ്യതിയാനങ്ങൾ, ആളുകൾ തൗഹീദിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചു. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആദ്യമായി കൊണ്ട് പറഞ്ഞേക്കുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഞാൻ പറഞ്ഞു ആദ്യമായിക്കൊണ്ട് റിസാലത്ത് കിട്ടിയ. അതായത് റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രബോധന നിർദ്ദേശം, അഥവാ ജനങ്ങളിലേക്ക് ഇറങ്ങി ദഅവത്ത് നടത്താനുള്ള നിർദ്ദേശം കിട്ടുന്നതാണ് റസൂൽ എന്ന് പറയുന്നത്. ഒരാൾ വഹി കിട്ടിയാൽ ആൾ നബി ആയിക്കഴിഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴാണ് നബി ആയത്? മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് നബി ആയത്? ഏതായത്ത് കിട്ടിയപ്പോഴാണ് നബി ആയത്? ഇഖ്റ ബിസ്മി റബ്ബിക ലദീ ഖലഖ്, സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ. സൗർ ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറാ ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി? നബിയായി. ആ നുബുവത്ത് കിട്ടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നുബുവത്ത് കിട്ടിയതോടുകൂടി റസൂലുള്ള ഒരു പ്രവാചകനായി മാറി, ഒരു നബിയായി മാറി. പക്ഷെ എപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി മാറുന്നത്? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, സൂറത്തുൽ മുദ്ദസ്സിർ ഇറങ്ങുമ്പോഴാണ്. നബിയെ നിങ്ങൾ എന്ത് ചെയ്യണം? പുതപ്പിട്ട് മൂടിയവൻ നിങ്ങൾ എഴുന്നേറ്റ് ജനങ്ങളോട് എന്ത് ചെയ്യണം? മുന്നറിയിപ്പ് കൊടുക്കണം. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹിയുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയ വഹി തൻ്റെ കുട്ടികളും പെണ്ണുങ്ങളെയും പഠിപ്പിച്ചവിടെ വെക്കുകയാണ്. സമുദായത്തിലേക്ക് ഇറങ്ങി ദഅവത്ത് നടത്തേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും തൗഹീദിലാണ്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തേണ്ടി വന്നത് അപ്പോഴേ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു സമുദായത്തിൽ തിന്മയുണ്ടാകുമ്പോൾ ആണ് അതിനെതിരെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പ്രതികരിക്കേണ്ടത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൗമിൽ എങ്ങനെയാണ് തിന്മ വന്നത്? അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ആളുകൾ ശിർക്കിലേക്ക് പോയതല്ല. ഈ ശിർക്ക് എന്ന് പറഞ്ഞ ഒരു വൈറസാണ് ശിർക്ക്. അതായത് അത് മെല്ലെ വർക്കൗട്ടാവും. പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു സംഭവിക്കുന്ന മോഡൽ പെട്ടെന്ന് സംഭവിക്കില്ല. അത് മെല്ലെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഉണ്ടാകും. അതിലേക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വിശുദ്ധ ഖുർആനിൽ കണ്ടല്ലോ, വലാ തദഅ വദ്ദം വലാ സുആൻ വലാ യഗൂത വയഊക വനസ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് ദഅവത്ത് നടത്തിയപ്പോൾ അവിടെയുള്ള മുശ്രിക്കീങ്ങളെ ആളുകൾ പറഞ്ഞു, നമ്മൾ ആരാധ്യന്മാരായ വദ്, സ്വാ, യഊഖ്, യൗസ്, നസ്ർ ഇവരൊന്നും നമ്മളൊക്കെ വലിയ വലിയ മഹാന്മാരാണ്, ഔലിയാക്കന്മാർ, അവിടെ ആരും നമ്മൾ വിടാൻ പാടില്ല. അപ്പം ഈ മഹാന്മാരുടെ പേരുകൾ പറഞ്ഞ് മുശ്രിക്കീങ്ങളായ ആളുകൾ, മഹാന്മാരായ പേരുകൾ പറഞ്ഞ ആളുകൾ ആരാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അസ്മാഉ റിജാലിൻ സാലിഹീൻ ഫി ഖൗമി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ജീവിച്ച നല്ല സാലിഹീങ്ങളായ മനുഷ്യന്മാരാണ് അവർക്ക്. വദ്, സ്വാ, യഗൂസ്, യഊഖ്, നസ്ർ, ഈ 5 ആൾക്കാർ. ഈ 5 സാധാരണക്കാരല്ല കേട്ടോ, ഒരു പേരും അറിയാത്തവരല്ല, നല്ല സ്വാലിഹീങ്ങളെ നല്ല മനുഷ്യന്മാരാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, എങ്ങനെയാണ് ശിർക്ക് സംഭവിക്കുക? ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഖൗമിന് ശിർക്ക് സംഭവിക്കുക. ഫലമ്മ ഹലക്കു, ഇവരിൽ 5 ആൾക്കാരും മരിച്ചുപോയി, സ്വാലിഹീങ്ങളല്ലേ. അപ്പം മരിച്ചപ്പോൾ ഔഹ ശൈത്താൻ ഇലാ ഖൗമിഹിം, ശൈത്താൻ വന്നു. അതുവരെ ശൈത്താന് സ്പേസ് കിട്ടണില്ല. ആദം നബിൻ്റെ മക്കളിൽപ്പെട്ട ചില ആൾക്കാരൊക്കെ കൊലപാതകത്തിലൂടെയൊക്കെ തെറ്റി പിഴപ്പിച്ചു എന്നല്ലാതെ ഷിർക്ക് ഇങ്ങോട്ട് മനുഷ്യന്മാരിലേക്ക് കയറ്റുമ്പോഴാണ് ശൈത്താൻ അവൻ്റെ പണി വിജയിപ്പിക്കുക. കാരണം ഷിർക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ലൈൻ അശ്രക്ത റഹബത്തൻ അമലുക്ക്, എല്ലാ അമലും പൊളിഞ്ഞു പോകല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവൻ സ്പേസ് കണ്ടെത്തുന്നത് ശൈത്താൻ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം അൻസിബു ഇലാ മജാലിസിഹിം അല്ലത്തി കാനു യജ്ലിസൂന അൻസാബൻ. ഈ സ്വാലിഹീങ്ങളായ ആളുകൾ ഇരുന്നിട്ട് ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത ഇതുപോലത്തെ സദസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇവർ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? നിങ്ങളെന്ത് മനുഷ്യന്മാരാ, ഇത്ര സ്വാലിഹീങ്ങളായ ആളുകൾ മരിച്ചിട്ട് ഓലെ കൊണ്ടുപോയി മറമാടിയിട്ട് പോകുന്നതല്ല, അതുപോലെ ഓർമ്മക്ക് നിങ്ങൾ ഒരു ഫോട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം എന്ത് ചെയ്യണം? ഓല് താമസിച്ച സ്ഥലത്ത് കൊണ്ട് നിങ്ങൾ നാട്ടണം എന്ന് പറഞ്ഞാൽ ഒരു ചിത്രമോ അതല്ലെങ്കിൽ അവരുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വസ്തു നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? അവിടെ അങ്ങ് നാട്ടി വെക്കുക. ഇത് വദ്ദാണ്, ഇത് സ്വാണ്, ഇത് യഗൂത്താണ്, യൗഖാണ്, നസ്റാണ്. വസുമ്മൂഹ ബിഅസ്മാഇഹിം. അങ്ങനെ ഒരു 4 നാട്ടക്കുറ്റി
അവിടെ അങ്ങനെ വെച്ച്, വിഗ്രഹത്തിൻ്റെ രൂപത്തിലൊന്നും കേട്ടോ, ഒരു സാധാ ഒരു ഓർമ്മക്കൊരു ഒരു ഒരു കല്ല് അല്ലെങ്കിൽ ഒരു മരക്കുറ്റി അവിടെ കൊണ്ടുവച്ച്. എന്നിട്ട് സമൂഹ ബി അസ്മായും ഈ 5 മഹാന്മാരുടെ സ്വാലിഹീങ്ങളായ ആളുകളുടെ പേര്, ഇപ്പം ഇത് വദ്ദാണ്, ഇത് യഹൂസാണ്, ഇത് യഹൂസാണ്, നസ്റാണ്, ഇത് ഇബ്നു അബ്ബാസ് ഫലം തുഅബദ്. അപ്പം എന്ത് ചെയ്തിട്ടില്ല, ഈ മഹാന്മാരെ വദ്ദിനെയും സ്വാഗനെയും യഹൂത്തിനെയും ഒന്നും വിളിച്ച് പ്രാർത്ഥിക്കുകയോ വദ്ദയെ കാക്കണേ സ്വാഗയെ കാക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ആദ്യത്തെ തലമുറ അങ്ങനെ കഴിഞ്ഞുപോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹത്ത ഇദാ ഹലക ഉലൈക, അങ്ങനെ ഈ നാട്ടക്കുറ്റിക്ക് വെച്ച ആളുകൾ അവർ മരിച്ചുപോയി. അങ്ങനെ വതൻസഖുൽ ഇൽമു, ഈ ആളുകൾ എന്താണ്, ഇവരെന്തിനാണ് നാട്ടക്കുറ്റി വെച്ചത് എന്ന് ഇൽമൊന്നുമില്ല. ഇങ്ങനെ പിന്നെ അടുത്ത തലമുറ വന്നപ്പോൾ കാണുന്നത് വെച്ചാൽ കുറേ ആൾക്കാരുടെ പേരിൽ ഇങ്ങനെ നാട്ടക്കുറ്റിയുണ്ട്. അപ്പോൾ ഉബിദത്ത്, ഇവർ ചില്ലറക്കാരാവില്ല കേട്ടോ, ഇവർ പിന്നെ വലിയ ആൾക്കാരായിരിക്കും എന്ന് ഇവർ വിചാരിക്കുകയും അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരു ക്രമപ്രവൃദ്ധമായ രീതിയിലാണ് ശിർക്ക് വരിക, ഒറ്റടിക്കണ ശിർക്ക്. ഇതിങ്ങനെ റെയിൽപ്പാളം വളയുന്ന പോലെ വളയുള്ളൂ, അല്ല നമ്മൾ വയനാട് ചുരം പോലെ വളയില്ല, ഇങ്ങനെ ശിർക്ക് വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ ശിർക്ക് ഒറ്റടിക്കണ്ട് കൊണ്ടുവരാൻ കഴിയില്ല, അത് മെല്ലെ 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 മനസ്സിനെ പാകപ്പെടുത്തി ഇപ്പം ഈ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ് ശരീഅത്തിൽ ഇപ്പോൾ തസ്വീറുകൾ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തസ്വീറില്ലല്ലോ. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമിൽ ഈ ശിർക്ക് വന്നത് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലാണ്. അതായത് ആളുകൾ ഒരു തലമുറ കഴിഞ്ഞ് മറ്റേ തലമുറ വരുമ്പോൾ ഇവരെന്താണ് ചെയ്തത് എന്ന് ആളുകൾക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ വരികയും പിന്നീട് അവർ ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മുടെ ഈ ശരീഅത്തിൽ ഒരു മനുഷ്യൻ്റെ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ചിത്രമെടുത്ത് പ്രദർശിപ്പിച്ച് വെക്കുന്ന രീതി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തത് അല്ലെങ്കിൽ ഹറാമാക്കിയെന്ന് വെച്ചാൽ അത് ശിർക്കിലേക്ക് പോകും. അപ്പം നിങ്ങൾ ആലോചിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഫോട്ടോ ഇല്ലല്ലോ, ഇല്ല. അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് നോക്കണം നിങ്ങൾ. കാരണം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇല്ലാത്തൊരു സാധനം നടക്കില്ല, ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫോട്ടോകളും വീഡിയോകളൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി, നബിൻ്റെ ഫോട്ടോ ഇല്ലാത്ത ഏതെങ്കിലും വീടുണ്ടാവോ? ആ ഫോട്ടോ ഇവിടെ മുമ്പിൽ തന്നെ തൂങ്ങിയിട്ടുണ്ടാവും, അതിനടുത്ത് ലൈറ്റും ഉണ്ടാവും, എന്നും ആ ഫോട്ടോത്തിനോട് വിശ്വാസയില്ലേ. കാരണം മനുഷ്യന്മാർ ചിർക്കൊക്കെ പോകഞ്ഞ് വേറെ എന്തെങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് ആ വാതിലല്ല അവിടെ അടച്ചു. റസൂലുള്ളാഹിൻ്റെ ഒരു ഫോട്ടോ, റസൂലുള്ളാഹിൻ്റെ ചിത്രമോ ഒന്നുമില്ല, മനസ്സിലായില്ലേ? അത് ആളുകളെ തൗഹീദിൽ ഉറപ്പിച്ച് നിർത്താൻ അള്ളാഹു ചെയ്തൊരു ഒരു ഒരു രീതിയാണ്. ഒരു പ്രവാചകൻ്റെയും ഫോട്ടോകളിൽ ലഭ്യമല്ല. അപ്പോൾ ഈ രീതിയിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു ജനങ്ങളിലേക്ക് ശിർക്ക് സംഭവിച്ചത്. ആ ശിർക്ക് സംഭവിച്ചപ്പോഴാണ് എന്ത് വന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇവിടെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട പോയിൻ്റ് ഉണ്ട് കേട്ടോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗമ് വിളിച്ച് പ്രാർത്ഥിച്ചത് ആരെയായിരുന്നു? ഈ സാലിഹീങ്ങൾ, നല്ല സാലിഹീങ്ങളായ നല്ല മുത്തഖികൾ. അതിന് മുമ്പ് കാഫിറില്ലല്ലോ, അതിന് മുമ്പ് ആരില്ല? കുഫറുള്ള ആൾക്കാർ ഒക്കെ തൗഹീദിലല്ലേ, കുഫർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കാഫിറല്ല ആരാധിക്കപ്പെടുന്നതും പ്രാർത്ഥിക്കപ്പെടുന്നതും ആരാണ്? സ്വാലിഹീങ്ങളാണ്. ഈ സ്വാലിഹീങ്ങളായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകളോട് ദഅവത്ത് ചെയ്യാനാണ് അള്ളാഹ് ആരെ അയക്കണത്? നൂഹ് നബിനെ അയക്കണത്. പ്രഭുവിൻ്റെ മനസ്സിലായി. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധിക്കപ്പെടുന്നവർ മുസ്ലിമീങ്ങൾ തന്നെയാണെന്ന് മാത്രമല്ല സ്വാലിഹീങ്ങളാണ്. അപ്പോൾ സ്വാലിഹീങ്ങളായ ആളുകളെ യാ വദ്ദേ യാ ഗൗസ യഗൂസ യഊസ നസ്ര എന്നൊക്കെ സ്വാലിഹീങ്ങളെ വിളിച്ച് ദുആ ചെയ്ത് അവരെ ആരാധിച്ചവർക്ക് ദഅവത്ത് നടത്താൻ വേണ്ടിയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചത്. അപ്പോൾ ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠം. ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാര്യങ്ങളും ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. വളരെയധികം പ്രാധാന്യം എന്താണ്? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് 43 സ്ഥലങ്ങളിൽ 29 സൂറത്തുകളാണല്ലോ പറഞ്ഞത്. ആകെ 114 സൂറത്തുകളേ ഉള്ളൂ ഖുർആനിൽ.
അതിൽ 29ഓളം സൂറത്തുകളിൽ 43 തവണ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരുകൾ പറയുകയും ആ നൂഹ് നബിയുടെ ദഅവത്ത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഖുർആൻ. ഇത്രയും കൂടുതൽ തവണ പറയാൻ കാരണം എന്താ? അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. മാത്രമല്ല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദഅവത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. അതിലിപ്പോൾ ഒന്നെന്താ വെച്ചാൽ, ഇവിടെ അല്ലാഹ് പറഞ്ഞു വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഖൗമിലേക്ക് മാത്രമുള്ളൊരു പ്രവാചകനായിരുന്നു. അതുകൊണ്ടാണ് വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും ആ സമുദായത്തിലേക്ക് മാത്രമുള്ള ആൾക്കാരാണ്. ആ സമുദായത്തിലേക്ക് മാത്രമുള്ള ആൾക്കാർ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഇവർ അംഗീകരിച്ചില്ല. നമുക്കറിയാലോ ചരിത്രം. എത്ര കൊല്ലം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തി? അൽഫ സനത്തിൻ ഇല്ലാ 50 ആമൻ എന്ന ഖുർആൻ പറഞ്ഞു. 1000-ൽ നിന്ന് 50 കുറവ് എന്ന് പറഞ്ഞാൽ 980 കൊല്ലം. 980 എന്ന് പറഞ്ഞാൽ അന്നത്തെ ആളുകൾക്ക് ആയുസ്സും അതുപോലെ തന്നെ ആരോഗ്യവും വലുപ്പവും ഒക്കെ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് കാലം ഇബാദത്തെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. നമ്മുടെ ഉമ്മത്തിൽ എന്താണ്? ആയുസ് കുറവാണ്. അതുകൊണ്ടാണ് കുറച്ച് അമലും കൂടുതൽ കൂലി. ലൈലത്തുൽ ഖദ്ർ അതിനെ വെച്ചാൽ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ. ഒറ്റ രാത്രി കൊണ്ട് 84 കൊല്ലം കിട്ടും. ഒറ്റ രാത്രി കൊണ്ട് 74 കൊല്ലം. അപ്പോൾ 60 ഒരു 50 ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ എത്ര കിട്ടി? നൂഹ് നബിൻ്റെ അപ്പുറത്തേക്ക് പോവാ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനൊക്കെ ഹിക്മത്ത് അല്ലാഹ് ദുനിയാവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 980 കൊല്ലം കിട്ടിയിട്ടില്ലല്ലോ വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? ബേജാറാണ്ട. ഒരാൾ ഒരു പണിക്കാരനെ വിളിച്ചു. കുറച്ച് ആൾക്കാർ ഉച്ചവരെ പണിയെടുത്തു, ഒരു പണി മതിയാക്കി പോയി. കുറച്ച് ആൾക്കാർ അസർ വരെ പണിയെടുത്തു, ഒരു പണി മതിയാക്കി പോയി. കുറച്ച് ആൾക്കാർ അസർ മുതൽ മഗ്രിബ് വരെ പണിയെടുത്തു, അവർക്ക് ഫുള്ള് കൂലിറ്റി. അപ്പം നമുക്ക് അസർ മുതൽ മഗ്രിബ് വരെ എന്ന് പറഞ്ഞത് സുബൈ മുതൽ ളുഹർ വരെയുള്ള സമയത്തെ അപേക്ഷിച്ച് കുറവല്ലേ? ആണല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അമല് കുറവാണ്, പക്ഷേ കൂലി കൂടുതലുണ്ട്. അപ്പം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മത്തിനൊക്കെ ഒരുപാട് അമലുകൾ അള്ളാഹ് കൊടുത്തിരുന്നു. എന്നാൽ നമ്മുടെ ഉമ്മത്തിനെന്ന് വെച്ചാൽ അമല് കുറവാണ്, കൂലി കൂടുതലുണ്ട്. അതുകൊണ്ട് ആ ആളുകൾ 950 കൊല്ലം ദഅവത്ത് നടത്തിയിട്ടും 950 കൊല്ലം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തി. അത് വേറെ വിഷയമാണ്, ഞാൻ അവിടേക്ക് വരാം. അപ്പോൾ പറഞ്ഞത് വെച്ചാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഈ ദഅവത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും തവണ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂഹ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ അധ്യായം തന്നെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 10ാമത്തെ തലമുറയാണ്. മുസ്ലിമീങ്ങളിൽ നിന്ന് ആണ് ഈ ആളുകൾ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു തൗഹീദ് ഉള്ളവരിൽ നിന്നാണ് ശിർക്ക് സംഭവിച്ചതോടെ. ആണല്ലോ. ഈ ശിർക്ക് എവിടെ നിന്നുണ്ടായത്? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളിൽ നിന്നാണ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടായത്. ഇത് കഴിഞ്ഞ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗം നശിപ്പിക്കപ്പെട്ടു. തഫ്സീറിൽ കാണാം, അന്ന് ലോകത്ത് ഒരു കാഫറും പിന്നെ ബാക്കിയുണ്ടായിട്ടില്ല. ആകെ മനുഷ്യന്മാരായിക്കൊണ്ടുള്ള ആര് മാത്രമേ ഉള്ളൂ? നൂഹ് നബിൻ്റെ കപ്പലിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആണല്ലോ. പിന്നെ ലോകത്ത് ശിർക്കുണ്ടായോ? ഇല്ലേ? ഉണ്ടായില്ലേ? എവിടെ നിന്നുണ്ടായത്? ഈ കപ്പലിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ തൗഹീദുള്ളവരിൽ നിന്ന് തന്നെയാണ് എന്തുണ്ടാകുക? ശിർക്ക് സംഭവിക്കുക. അപ്പോൾ ചില ആൾക്കാർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, പിന്നെ ശിർക്ക് സംഭവിക്കില്ല. അങ്ങനെയല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരിൽ നിന്നാണ് ലോകത്ത് ശിർക്കുകൾ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര പ്രാധാന്യത്തോട് പറയാൻ മാത്രമല്ല, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധനം എന്ന് പറഞ്ഞാൽ ഇവിടെ 950 കൊല്ലം ദഅവത്തുണ്ട്. ആ 950 കൊല്ലവും നൂഹ് നബി എന്ത് ചെയ്തു? ക്ഷമിച്ചു. അതുകൊണ്ടാണ് പ്രവാചകൻ അള്ളാഹു പറഞ്ഞു വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. നബിയെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എങ്ങനെ ക്ഷമിക്കണം വെച്ചാൽ
ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരാണ്. ഉലുൽ അസ്മിരാൻ 5 ആൾക്കാർ. അതിലാര? ഒന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഉലുൽ അസ്ം. ഈ ഉലുൽ അസ്ം എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാർക്കാണ് എല്ലാ പ്രവാചകന്മാരെക്കാളും കൂടുതൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ 5 ആളുകൾ ക്ഷമിച്ച പോലെ നീ ക്ഷമിക്കണം എന്ന് റസൂലുള്ളാഹിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊന്നാമത്തെ ആളാരാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ ദഅവത്ത് എങ്ങനെ? ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലും എന്താ പറഞ്ഞത്? ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ്. എന്താ പറയാനുള്ളത്? തൗഹീദ്, തൗഹീദ്, തൗഹീദ്. രാവും പകലും തൗഹീദ്. മടുത്തോ? മടുത്തില്ല. 950 കൊല്ലം ദഅവത്തിൽ എത്ര ആളെ കിട്ടിയറിയോ? എത്ര ആളെ കിട്ടി? വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായിട്ടുള്ളൂ. വളരെ കുറച്ച് ആൾക്കാർ മാത്രം. 12 പിന്നെ പല റിവായത്തുകളുണ്ട്, നമുക്ക് എണ്ണം കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖലീൽ എന്നാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ മുസ്ലിമായിട്ട് വന്നിട്ടുള്ളൂ. ഇനി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബം, ഇതും അദ്ദേഹത്തിൻ്റെ പരീക്ഷണമായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദഅവത്തിൽ തൻ്റെ സമുദായത്തിൽ നിന്നുള്ള പരീക്ഷണത്തിന് പുറമെ തൻ്റെ കുടുംബത്തിൽ നിന്നും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പരീക്ഷണം ഉണ്ടായി. അതിലൊന്ന് തൻ്റെ ഭാര്യയായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ ആരായിരുന്നില്ല? മുസ്ലിം ആയിരുന്നില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 2 പ്രവാചകന്മാരുടെ ഭാര്യമാരെയാണ് സത്യനിഷേധികളായ ആളുകൾക്ക് ഉദാഹരണമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് തഹരീമിൻ്റെ 10-ാമത്തെ ആയത്തിൽ കാണാം, ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകൾക്കുള്ള ഉദാഹരണം പറഞ്ഞെന്താ വെച്ചാൽ, ഒന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയും അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയും കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹിൻ. 2 നല്ല സാലിഹീങ്ങളായ ആളുകളുടെ കീഴെ ജീവിച്ച ആൾക്കാരാണ് അവർ. പക്ഷേ ഫഖാനത്താഹുമാ, അവർ 2 പേരും അവരെ വഞ്ചിച്ചു കളഞ്ഞു. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈഅ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഈ പ്രവാചകന്മാരുടെ കൂടെ ജീവിച്ചു എന്നതുകൊണ്ട് ഒരു ഉപകാരവും അവർക്ക് കിട്ടിയില്ല. വഖീല, അവരോട് പറയപ്പെടും, ഉദ്ഖുലന്നാറ മഅദ്ദാഖിലീൻ, നിങ്ങൾ 2 പേരും പരലോകത്ത് നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂടെ നരകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ വിശ്വാസിയായിട്ടില്ല. പിന്നെ അള്ളാഹ് പറഞ്ഞു ഫഖാനത്താഹുമ, നൂഹ് നബി അവർ വഞ്ചിച്ചു എന്ന്. ഈ വഞ്ചന എന്ന് പറഞ്ഞാൽ അത് പിന്നെ വ്യഭിചാരത്തിലൂടെയുള്ള വഞ്ചനല്ല. ഒരു പ്രവാചകൻ്റെ ഭാര്യയും എന്ത് ചെയ്തിട്ടില്ല? വ്യഭിചരിച്ചിട്ടില്ല. ഒരു പ്രവാചകൻ്റെ ഭാര്യയും ഭർത്താവിനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? അവിഹിതം ചെയ്യാന്നാണ്. ഈ ഖാനത്താഹും എന്ന് പറഞ്ഞാൽ അവിഹിതമല്ല, അതായത് പിന്നെ ശാരീരികമായ അവിഹിതമല്ല അവിടെ ഉദ്ദേശം, വിശ്വാസപരമായ അവിഹിതമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ ചരിത്രത്തിൽ കാണാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ ഇവർ വിശ്വാസിയായിട്ട് ഇങ്ങനെ അഭിനയിക്കും. ആര്? ഭാര്യ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശത്രുക്കൾക്ക് നൂഹ് നബിയുടെ എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുക്കുകയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് മോശമായ, ഇയാൾ മജ്നൂനാണ്, ഇയാൾ പിരാന്തനാണ് എന്ന് ആരോട് പറയും? ശത്രുക്കളോട് പറയുകയും ചെയ്തിരുന്ന ആളായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ. അതാണ് അള്ളാഹ് പറഞ്ഞത്, വിശ്വാസത്തിൽ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയപ്പോൾ ആദ്യം താങ്ങും തണലും ഇന്നാരാ? ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പോൾ വല്ലാത്തൊരു തണലാണ്. ആ തണൽ ശരിക്കും ആർക്ക് കിട്ടിയിട്ടില്ല? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയിട്ടില്ല, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയിട്ടില്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ മലക്കുകൾ അതിഥികളായിക്കൊണ്ട് വന്നപ്പം ആ മലക്കുകൾ വന്ന വിവരം അവിടുത്തെ കൗമിനെ അറിയിച്ചതാരറിയോ?
ലൂത്ത് നബിൻ്റെ ഭാര്യയാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ ഒരു മുസ്ലിം ആകാത്ത രീതിയിൽ മരിച്ചു പോവുകയും നരകത്തിലേക്ക് പോവുകയും ചെയ്തത്? 2 ഹിക്മത്താണ് പണ്ഡിതന്മാരിൽ. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഗുണപാഠം കൂടിയുണ്ട്. 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താന്ന് ചോദിച്ചാൽ, എത്ര വലിയ വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയോടുള്ള അടുപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യില്ല, ഗുണം ചെയ്യുകയില്ല. ഞാൻ വലിയ തങ്ങളുപ്പാപ്പൻ്റെ കുടുംബത്തിലാണ്, തങ്ങളുടെ പേരക്കുട്ടിൻ്റെ കുട്ടിയാണ്. അതൊന്നും അള്ളാഹിൻ്റെ അടുത്തൊരു കാര്യമില്ല. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ജീവിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ നരകത്തിൽ എന്ന് പറഞ്ഞു, വഖീല ദഖുലന്നാർ, നിങ്ങൾ 2 പേരും നരകത്തിലേക്ക് പ്രവേശിക്കും, മഅദ്ദാഖിലീൻ, പ്രവേശിക്കുന്നതോടെ കൂടെ എന്ന് പരലോകത്ത് പറയുന്നു. വളരെ കൃത്യമായിട്ട് തന്നെ അള്ളാഹ് പറഞ്ഞാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ, ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ ഖുർബത്ത്, ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ അടുപ്പം, ഈ മനുഷ്യൻ അയാളെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെ നന്നാണില്ലെങ്കിൽ ഈ അടുപ്പം കൊണ്ട് എന്തുണ്ടാവില്ല, കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട്, യാ ഫാത്തിമ, എൻ്റെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ, സലീമാ ശിഅ്തി മിൻ മാലി, എൻ്റെ സമ്പത്ത് നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോ, പക്ഷേ ഫലം ഉഗ്നി അൻക മിനല്ലാഹി ശൈഅൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പം ഞാൻ മുത്തുനബിൻ്റെ മോളാന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ നമ്മളെ കൗമ വിശ്വസിക്കണം എന്താ അറിയോ, എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവൽ എന്ന് ഓവറാണ്. മനസ്സിലായില്ലേ? അത് ഓവറാണ്. കാരണം അള്ളാഹിൻ്റെ ദീനില്ലേ. കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ജിന്നെ പിടിച്ചോ, ഗാഫറാണെങ്കിലൊക്കെ ഞാൻ കഴിച്ചിലാക്കിക്കോളാം. വഖീല ദഖുലന്നാർ, നിങ്ങൾ നരകത്തിലേക്കാണ് പോയിക്കൊള്ളുക. രണ്ടാമത്തെ ഒരു ഹിക്മത്ത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ അമ്പിയാക്കന്മാർ, ഇത് അവർക്കുള്ള പരീക്ഷണമാണ്. കാരണം ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൽ നിന്ന് ആദർശപരമായൊരു സപ്പോർട്ട് കിട്ടാതിരിക്കുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന മാനസികമായൊരു പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ എന്ത് നോക്കണം? ദീൻ നോക്കണം. 4 കാര്യത്തിന് വേണ്ടിയാണ് കല്യാണം കഴിക്കുക. തുൻകഹുൽ മർഅതു ലിഅർബഈൻ, 4 കാര്യത്തിന് വേണ്ടിയാണ് സാധാരണ ആളുകൾ കല്യാണം നടക്കാറുള്ളത്. ഒന്ന്, അവരുടെ സമ്പത്ത്, ലിമാലിഹ വലി ജമാലിഹ, അവരുടെ സൗന്ദര്യം, വലി നസബി, അവിടെ തറവാട്, അവരുടെ കുടുംബം. വലിയ കുടുംബമാണ്, വലിയ തറവാടാണ്, വലിയ സമ്പത്തുള്ള ആളാണ്, വലിയ സൗന്ദര്യമുള്ളതാണ്. വലി ദീനിഹ, അവരുടെ ദീന്. നബി എന്താ പറയുക, ഫദ്ഫർ ബിദാത്തി ദീൻ തിരഞ്ഞെടുത്തോ നിനക്ക് വിജയിക്കാൻ കഴിയും. ദീനില്ലേ, ദീൻ്റെ കൂടെ ഇത് 4 നൂറുൻ അലാ നൂർ. ദീനില്ലാതെ 3 ഒരു കാര്യമില്ല. ഇപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യനെ പോലെ ഉണ്ടാവും. മനസ്സിലല്ലേ? അപ്പോൾ അത് നൂഹ് നബിക്ക് ഉള്ള പരീക്ഷണമാണ്. അതുകൊണ്ടാണ് പ്രവാചക വിശ്വാസം പറഞ്ഞത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അൽ മർഅത്തു സ്വാലിഹ, ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്ന് പറഞ്ഞാൽ ഏതാ? അൽ മർഅത്തു സ്വാലിഹ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ അറിയോ? എന്താ? ഒരു ദുനിയാവിലെ ഏറ്റവും നല്ല ചരക്ക് എന്ന് പറഞ്ഞാൽ, നല്ല വിഭവം എന്ന് പറഞ്ഞാൽ സ്വാലിഹത്തായ ഭാര്യ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? ദുനിയാവിലെ ഏറ്റവും ഇടങ്ങേറ് പിടിച്ച ചരക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്വാലിഹ അല്ലാത്ത ഭാര്യയായിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഈമാനും ഇഖ്ലാസും തഖ്വയൊന്നും ഇല്ലാത്ത, ഇയാളുടെ ആദർശത്തിന് എപ്പോഴും വിലങ്ങിക്കണ ഭാര്യ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിവിടെ സാന്ദർഭികമായിട്ട് പറയുന്നത് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ കല്യാണമൊക്കെ നടക്കുമ്പോൾ, നമ്മൾ വിഷയമില്ല എന്നാലും സാന്ദർഭികമായിട്ട് ഞാൻ പറയാം, കല്യാണം നടക്കുമ്പോൾ എന്താ വെച്ചാൽ, കിട്ടണ മുജാഹിദിനെ കിട്ടുള്ളൂ ചില ആൾക്കാർ. പക്ഷെ കെട്ടിച്ചു കൊടുക്കുമ്പം ആ കുഞ്ഞിപ്പോൾ ആൾ നോക്കട്ടെ, ഏതായാലും നല്ലൊരു കെട്ട് വന്നാലല്ലേ ആണ് കെട്ടിച്ചു കൊടുക്കും. എന്താ സംഭവിക്കാറ്? ഇന്നിപ്പോൾ മോങ്ങത്തങ്ങാടി കൂടെ ഒക്കെ അല്ലെങ്കിൽ മറ്റൊക്കെ നബിദിൻ്റെ റാലിയിൽ പങ്കെടുക്കണ കുറേ എണ്ണം മുജാഹിദ് ഫാമിലിയിൽ നിന്ന് കെട്ടിച്ചുണ്ടാവും, ഇല്ലേ? ഉണ്ടാവും. ഇതിനൊക്കെ ആരാ പടച്ചോൻ്റെ അടുത്തിൽ ഉത്തരവാദി പറയാം? ഈ വല്യാപ്പയാണ്, ഈ തന്തപ്പൊടി ഉത്തരവാദിത്വമാണ്.
കാരണം സ്വന്തം മകളെ തൗഹീദില്ലാത്ത ആളുകൾക്ക് കെട്ടിച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന സന്തതികൾ സ്വാഭാവികമായിക്കൊണ്ടും ഈ ബിദ്അത്തിലേക്കും ഖുറാഫാത്തിലേക്കും കൊടിപിടിക്കാനും പായസം വിളമ്പാനും ജൈവിളിക്കാനും ഒക്കെ പോകും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചോളി, പെൺകുട്ടികൾ നല്ലോണം ശ്രദ്ധിക്കുക. സ്വന്തം പെൺകുട്ടികളെ ആദർശമുള്ള ആളുകൾക്കല്ലാതെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ഞാൻ സാന്ദർഭികമായിട്ടൊരു വസിയത്തായി പറയാം. ഈ രണ്ടാമത്തെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ മക്കളിലൂടെയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 4 ആൺകുട്ടികളുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 4 ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, 1 സാം ആണ്, 2 ഹാം ആണ്, 3 യാഫിസ്, 4 കൻആൻ. ഈ 4 ആൺമക്കളാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായത്. ഇതിൽ ഹാമും സാമും യാഫിസും മുസ്ലിമീങ്ങളാണ്. ഈ 3 ആൺകുട്ടികളും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ മുസ്ലിമായി ജീവിച്ച ആൾക്കാരാണ്. പക്ഷെ കൻആനോ, അവനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ധിക്കരിച്ച് വാപ്പാൻ്റെ ധിക്കാരം. ഓനാണ് പിന്നെ ഞാൻ മലൻ്റെ മുകളിൽ കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞ് യാ ബുനി ഇർകബ് മഅനാ നൂഹ് നബി പറയുന്നുണ്ടല്ലോ, മോനെൻ്റെ പൊന്നാരവൻ്റെ കപ്പൽ കയറിക്കോന്ന് പറയുന്നുണ്ടല്ലോ, അത് കൻആനാണ്. അവൻ എന്തായിട്ടില്ല, മുസ്ലിമായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു മകനും ഒരു ഭാര്യയും കാഫിറാണ്. ഒരു മകനും ഒരു ഭാര്യയും കാഫിറെന്ന് ഖുർആൻ നസ്സാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടെ പ്രവാചകനാണെന്ന് മാത്രമല്ല, ആദ്യത്തെ റസൂലാന്ന് മാത്രമല്ല, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ അതൊക്കെ ഒരു പരീക്ഷണം. പ്രവാചകന്മാർക്ക് കുടുംബത്തിൽ പരീക്ഷണം ഉണ്ടാവും, ഭാര്യമാരിൽ പരീക്ഷണം ഉണ്ടാവും. ഇതൊക്കെ പ്രവാചകന്മാർക്ക് മാത്രമല്ല, വിശ്വാസികളായ ആളുകൾക്കൊക്കെ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ മക്കളെല്ലാം സ്വാലിഹാക്കി തീർക്കുമാറാവട്ടെ. കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് ഉപദേശം കൊടുക്കാനിട്ടൊന്നുമല്ലല്ലോ, ഇപ്പോൾ തൗഹീദ് പറഞ്ഞു കൊടുക്കാനിട്ടോ. കാരണം ബാക്കി 3 മക്കളും മുസ്ലിമാണല്ലോ. അപ്പം യഥാർത്ഥത്തിൽ ഹിദായത്തും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നൊരു ഔദാര്യമാണ്. അതിന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറെ നിർവാഹങ്ങളൊന്നും, നല്ല മാർഗങ്ങളും കാണിച്ചു കൊടുക്കുക, ബാക്കി അള്ളയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ 3 ആൺമക്കളാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളായിട്ടുള്ളത്. മാത്രമല്ല, ഇനി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ കയറിയവരിൽ ഈ 3 ആൾക്കാരുണ്ട്. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ കഴിയും, വജഅൽനാ ദുർരിയതഹു ഹുമുൽ ബാഖീൻ. പിന്നീട് വന്ന ആൾക്കാർ, അഥവാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലിൽ കയറിയവർ, ഈ 3 അദ്ദേഹത്തിൻ്റെ ആൺമക്കളും അതുപോലെ തന്നെ ബാക്കിയുള്ള കുടുംബ ആൾക്കാരും വിശ്വാസികളായ ആൾക്കാരും, ഈ 3 കുടുംബത്തിൽപ്പെട്ട ഈ 3 ആളുകളുടെ തലമുറയാണ് പിന്നീട് വന്ന മുസ്ലിമീങ്ങളായ ആളുകൾ. അതായത് ഹാമിൻ്റെ യാഫിസിൻ്റെ ഒക്കെ കുടുംബത്തിൽപ്പെട്ട, അതാണ് വജഅൽനാ ദുർരിയതഹു, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളെയാണ് ഹുമുൽ ബാഖീൻ, നാം എന്താക്കിയത്, അവശേഷിപ്പിച്ചത്. അഥവാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ 3 സന്താനങ്ങളിൽ നിന്നാണ് പിന്നീട് എന്തുണ്ടായത്, ബാക്കി മുസ്ലിമീങ്ങളായ ആളുകൾ ഉണ്ടായത്. അതിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായത്. അതിൽ നിന്നാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. മനസ്സിലല്ലേ? അപ്പോൾ ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, അവർ ഭയങ്കര പരിഹാസികളാണ്. എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യൻ പിന്നെ ഒരു ദിവസം അല്ല, ഒരു ആഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, 10 വർഷമല്ല, 100 വർഷമല്ല, 950 കൊല്ലക്കാലം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിക്കാണ്. തൻ്റെ കുടുംബത്തിൽ ക്ഷമിക്കുകയാണ്, സ്വന്തം മക്കളുടെ വിഷയത്തിൽ ക്ഷമിക്കുകയാണ്, സ്വന്തം ശത്രുക്കളുടെ വിഷയത്തിൽ ക്ഷമിക്കുകയാണ്. അങ്ങനെ ആ ക്ഷമിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ അവസാനം ഗതിമുട്ടിയ സന്ദർഭത്തിലാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ രക്ഷപ്പെടുത്തണം. ഒറ്റടിക്ക് പ്രാർത്ഥിക്കല്ല. അപ്പം 950 കൊല്ലക്കാലം ദഅവത്ത് നടത്തിയതിന് ശേഷമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കണത്, പടച്ചവനെ ഈ ളാലിമീങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം. അങ്ങനെയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹ് കപ്പലുണ്ടാക്കാൻ പറയുന്നതും പിന്നീട് പ്രളയം വരുന്ന ശേഷം അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വിശദീകരിക്കാം. അപ്പോൾ അതാണ് വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാം അയച്ചിരിക്കുന്നു, ഇലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ഖൗമിലേക്ക്. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ്,
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവരാരാധിച്ചത് ഈ പറയുന്ന ആളുകളെ, ഈ പറയുന്ന വദ്, സുവാ, യഗൂത്ത്, യഊഖ്, നസ്ർ, ഈ പറയുന്ന സ്വാലിഹ്യങ്ങളാണ് ലോകം പഠിച്ചെന്ന് പോലും വിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓലാണ് മുദബ്ബിറുലാലെന്ന് വിശ്വാസമുണ്ടോ? ഓലാണ് മഴ തരുന്ന വിശ്വാസമുണ്ടോ? ഇല്ല. ഇവരൊക്കെ സ്വാലിഹ്യങ്ങൾ തന്നെയാണ്. ആ സ്വാലിഹ്യങ്ങളിലൂടെ നമുക്ക് അള്ളാഹിലേക്കാണ്ട് അടുക്കാം എന്ന് പറഞ്ഞിട്ട് സ്വാലിഹ്യങ്ങൾക്ക് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്തുകളൊക്കെ സ്വാലിഹ്യങ്ങൾക്ക് കൊടുക്കുക. അവിടെയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ്, നിങ്ങൾ ഖൗമിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാത്ത വേറെ ഇലാഹ് നിങ്ങൾക്കില്ല. അപ്പോൾ ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യാ ഖൗമി അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യണം. പിന്നെ പറഞ്ഞു മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അപ്പോൾ ഇലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇബാദത്തിന് അർഹനായവൻ. അപ്പം എന്താ ഇബാദത്ത്? അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥനയാണ് ഇബാദത്ത്. അപ്പം അതിനർത്ഥം എന്താ? യാ ഖൗമി അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പ്രാർത്ഥിക്കുകയും, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അല്ലാത്ത വേറെ ഒരാളില്ല. ഇതാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരും യാ ഖൗമി അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇബാദത്ത്, നിസ്കരിക്കുക, നോമ്പ് വിൽക്കുന്ന മാത്രമല്ല, നിസ്കരിക്കുന്നതിൻ്റെയും നോമ്പ് വിൽക്കുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായ കാര്യം പ്രാർത്ഥന പടച്ചവനോട് മാത്രമാകുക എന്നുള്ളതാണ്. അതാണ് ലോകത്തെ എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. കാരണം അവർ അള്ളാഹുവിനെയും അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിച്ചവരാണ്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു 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 തൗഹീദ് പറഞ്ഞ ഒന്നാക്കലാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒന്നാക്കുക, അള്ളാഹിനെ മാത്രമാക്കുക. ഇതാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് തഖ്വയുള്ളവരാകാത്തത്? ഇതൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? എന്താ തഖ്വ പറഞ്ഞാൽ? ഭയങ്കര മുത്തഖിയാണ്. ഒരാൾക്ക് എപ്പോഴാണ് തഖ്വ ഉണ്ടാകുക? ഒരാൾക്ക് ഇവിടെ നൂഹ് നബി പറഞ്ഞെന്താ? അതാണ് ഇതിൻ്റെ പോയിന്റ്. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. അപ്പോൾ തഖ്വ ഉണ്ടാകാൻ ആദ്യം ചെയ്യേണ്ടതാ? തഖ്വ ഉണ്ടാകാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? നൂഹ് നബി പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ്, അള്ളാഹിനെ ആരാധിക്കണം, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം, ഓനെ തഖ്വ ഉണ്ടാവുള്ളൂ. അല്ലാത്തൊരു പ്രാർത്ഥിക്കുന്നവനെന്തുണ്ടാവില്ല? തഖ്വ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ പറയാണ്, കിതാബുൽ ഈമാൻ വിശദീകരിച്ചപ്പോൾ, പിന്നെ സഹിൽ ബുഖാരിൻ്റെ ഷറിൽ അത്തഖ്വ എന്ന് പറഞ്ഞാൽ അൽ മുറാദ് ബി തഖ്വ വിഖായത്തു നഫ്സി അനി ശിർക്ക് വൽ അമാലി സയ്യ വൽ മുവാലബത്തു അലൽ അമാലിൽ ഹസന. രണ്ട് ഷർത്താണ് അദ്ദേഹം പറഞ്ഞത്. ഒരാൾക്ക് തഖ്വ ഉണ്ടാകാൻ രണ്ട് കാര്യം വേണം. ഒന്ന്, ഷിർക്കിൽ നിന്ന് അയാൾ വിട്ടു നിൽക്കണം. ഫസ്റ്റ് കണ്ടീഷൻ അതാണ്. കാരണം ഷിർക്കുള്ളവനെന്തുണ്ടാവില്ല? തഖ്വ ഉണ്ടാവില്ല. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പേടിക്കലാണ്. അള്ളാഹിനെ പേടിയുള്ളവന് ഷിർക്ക് ചെയ്യുമോ? അള്ളാഹിനെ മനസ്സിലാക്കിയവൻ എന്ത് ചെയ്യില്ല? ഷിർക്ക് ചെയ്യൂല. വിഖായത്തു നഫ്സി അനി ശിർക്ക് വൽ അമാലി സയ്യ, ഷിർക്കിൽ നിന്ന് വിട്ടു നിൽക്കണം, തോന്നിവാസത്തിൽ നിന്ന് വിട്ടുക്കണം. തഖ്വ ഉണ്ടാവോ? ഉണ്ടാവില്ല. നമ്മൾ സാധാരണ പറയണമെന്ന് വെച്ചാൽ ഓന് കള്ളുടിക്കില്ല, കഞ്ചാവ് വലിക്കില്ല, ഒന്നും ചെയ്യില്ല, നിസ്കരിക്കില്ല, ഒന്നും ചെയ്യില്ല. കള്ളും കൊണ്ടുപിടിക്കാൻ നിസ്കാരമില്ല, തഖ്വ ഉണ്ടാവോ? ഉണ്ടാവില്ല. വിഖായത്തു നഫ്സി അനി ശിർക്ക് വൽ അമാലി സയ്യ വൽ മുവാലബത്തു അലൽ അമാലിൽ ഹസന, നല്ല കാര്യങ്ങൾ പതിവായി അമാലുൽ ഹസനത്ത് ചെയ്യും വേണം. അപ്പം അമാലുൽ ഹസനത്തെ ചെയ്യേണ്ടേ ബിദഅത്ത് ചെയ്യേണ്ടതല്ല. ബിദഅത്ത് ഹസനത്തല്ല. ബിദഅത്തിൽ ഒക്കെ ഒരു ബിദഅത്തും വരാല്ല. അത് ഹസനത്തും സയ്യത്തൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല. വേർതിരിച്ച പണ്ഡിതന്മാരെന്നെ ഈദ് മിലാദ് തന്നെ പറയാം, മദ്രസ ഉണ്ടാക്കുക, പള്ളി ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ബിദഅത്ത് ഹസനത്ത് എന്ന് പറഞ്ഞത്. അതിന് മീലാദ് കൊണ്ടാടേണ്ട ആവശ്യമുണ്ടോ? അത് വേറെ വിഷയം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ നൂഹ് നബി പറഞ്ഞെന്താ? അതുകൊണ്ടാണ് നൂഹ് നബി ചോദിക്കുക, അപ്പോഴെനിക്ക് തഖ്വ ഉണ്ടാവുള്ളൂ. ചില ആൾക്കാരുണ്ടില്ലേ, പിന്നെ എന്താ പറയുക, ഈ മീലാദിനൊക്കെ പോകുമ്പോൾ തന്നെ എന്തോ ഒരു ഇഖ്ലാസാണ്, സാധുക്കളാണ്. ജാറത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കണ്ണീരിങ്ങനെ ഒലിപ്പിച്ച് പ്രാർത്ഥിക്കണതാണ്. മനസ്സിലായില്ലേ? നിസ്കരിക്കാൻ തന്നെ 10 ഒട്ടാവ് ഇട്ടുണ്ടാവും സൂറത്തുൽ ഫാത്തിഹ ചെയ്യുമ്പോഴത്തേന്. അവിടെ കിട്ടൂല ഭക്തി. അതെന്തുകൊണ്ടാ വെച്ചാൽ അവിടെ ശൈത്താന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണല്ലോ സുന്നത്ത് മുമ്പിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. സുന്നത്തുകൾക്കൊരു പ്രാധാന്യം ഉണ്ടാവില്ല. ഈ ബിദഅത്തിനാണ് ശൈത്താൻ എന്തുണ്ടാകുക? സയ്യന് ശൈത്താൻ സുആമാലിയും.
അപ്പം പറഞ്ഞത് വെച്ചാൽ നൂഹ് നബി പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചത്. അപ്പം അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അഫലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നില്ലേ? തഖ്വ ഉണ്ടാകണമെങ്കിൽ തൗഹീദ് വേണം, ഇഖ്ലാസ് ഉണ്ടാകണമെങ്കിൽ തൗഹീദ് വേണം. തൗഹീദിൻ്റെ മറ്റൊരു പേരാണെന്ത്? ഇഖ്ലാസ്. അതുകൊണ്ട് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതുകൊണ്ടാണ് തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്തിൻ്റെ പേരെന്താ? സൂറത്തുൽ ഇഖ്ലാസ്. അതിൽ ഇഖ്ലാസ് എന്നുള്ള പദം ഉണ്ടോ? ഇല്ല. അതെവിടെ ഇഖ്ലാസ്? അതന്നെ ഇഖ്ലാസ്. ഏത്? ഖുല്ലല്ലാഹു അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതന്നെ ഇഖ്ലാസ് എന്ന് പറഞ്ഞു. അതുണ്ടെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ. കാരണം എല്ലാം അള്ളാഹ്ക്ക് മാത്രമാക്കുക. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഫല തത്തഖൂൻ. അപ്പോൾ എന്താണ് ഖൗമിൻ്റെ മറുപടി? ഫഖാലൽ മലഉ അല്ലദീന കഫറു മിൻ ഖൗമിഹി. മല എന്ന് പറഞ്ഞാൽ ജമാഅത്ത് എന്നർത്ഥം. മലഉ എന്ന് പറഞ്ഞാൽ സംഘം. അപ്പോൾ നൂഹ് നബി ഇതിങ്ങനെ 950 കൊല്ലം ദഅവത്തെടുത്താണ്. ഇന്നവിടെ സൂറത്ത് നൂഹിലുള്ള പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമ്മളെ ആൾക്കാർ ചോദിക്കണ്ടല്ലോ, എന്ത് നിങ്ങൾ ഈ നബിദിനിങ്ങോട്ട് എതിർപ്പ് കൂടുമ്പോഴാണ് ഓൾക്ക് ഊക്ക് കൂടുന്നത്. നിങ്ങൾ എത്ര എതിർക്കണോ അത്ര ഊക്ക് കൂടും. ഇതെന്ന് തുടങ്ങിയാലോ? ഇത് നൂഹ് നബിൻ്റെ കാലത്ത് തുടങ്ങിയ നൂഹ് നബിൻ്റെ അള്ളാഹ് പറയാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഹും ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ. ഞാൻ എത്ര ഓലും കൊണ്ട് ക്ഷണിക്കണോ അത്ര ഓലും അങ്ങോട്ട് ഓടും. എത്ര ക്ഷണിക്കണോ അത്ര ഊക്കിലുണ്ട് ഓടും. അപ്പോൾ നമ്മൾ എത്ര തൗഹീദ് പറഞ്ഞോ അത്ര ഊക്കിൽ ശിർക്ക് ചെയ്യും. എത്ര ബിദഅത്തിനെ എതിർക്കണോ അതിൻ്റെ 10 ഇരട്ടി ഊക്കിൽ ബിദഅത്താണ് ചെയ്യും. ഇതാര് തുടങ്ങിയ അറിയോ? ഇത് നൂഹ് നബിൻ്റെ കൗമ തുടങ്ങിയ. അത് നൂഹ് നബിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ റാലിയൊക്കെ പോകേണ്ടത്. മുജാഹിദിൻ്റെ പേരിൻ്റെ അടുത്തുമ്പോൾ ഭയങ്കര ഉൾക്കൊണ്ടിട്ടുകൾ. മാത്രമല്ല ഒരു മുജാഹിദ് മരിച്ചാൽ അവിടെ യാസീൻ ഓതാൻ ഭയങ്കര ഉഷാറേക്കാണ്. അവിടെ യാസീൻ ഓതാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതെന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും മുജാഹിദ് സ്വർഗത്ത് പോയിക്കോട്ടെ, സമസ്തക്കാർ പോയില്ലെങ്കിലും അത് ഞാൻ മനസ്സിലാക്കില്ല. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇത് ഈ തിന്മക്കുള്ളൊരു ആവേശം അത് പണ്ടേ ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എത്ര അവർ ക്ഷണിക്കുന്നു അത്രയും ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ. ഒരു എൻ്റെ ചെവി പൊത്തിച്ചെന്നാറ്. ജഅലു അസാബിഅഹും ഫി ആദാനിന്നാ. നൂഹ് നബി വരുമ്പോൾ തന്നെ ചെവിണ്ട് പൊത്തും. കേൾക്കണ്ട, അവൻ്റെ ആൻ്റെ അതുകൂടെ കേൾക്കണ്ട, അങ്ങനെ ചെവിണ്ട് പൊത്തും. എന്നിട്ട് നൂഹ് നബി വരുമ്പോൾ തന്നെ ഓടി ഒളിക്കുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഒരു അത്താണി ഉണ്ടോ? എന്നിട്ട് അദ്ദേഹം രാവും പകലും ദഅവത്ത് നടത്തണം. ഇത് മനസ്സിലാക്കുന്നത് ദുആത്തുകൾ ദായിമാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ചിലപ്പോൾ എപ്പോഴാണ് ആളുകൾക്ക് ഇസ്ലാം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, മഹാനായ പിന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദറിൻ്റെ സന്ദർഭത്തിലും ഉഹദിൻ്റെ സന്ദർഭത്തിലും മുസ്ലിമാണോ? ഉഹദിൻ്റെ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരിക്ക് കിട്ടാൻ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ കൂടിയാണ് ആര്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു. പക്ഷെ അത് മുസ്ലിമായില്ലേ? അബൂ സുഫിയാൻ മക്കം ഫത്തിൻ്റെ അന്നാണ് മുസ്ലിമാണ്. മക്കം ഫത്തിൻ്റെ അന്നാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു മുസ്ലിമാണ്. അതൊക്കെ ഓരോരുത്തർക്കുള്ള സമയം ഉണ്ടാവും, ആ സമയത്ത് മുസ്ലിം ആവുള്ളൂ. അത് നമ്മൾ പറിച്ചു നിർത്താൻ പാടില്ല. അതുകൊണ്ടാണ് അഫലാ തത്തഖൂൻ എന്ന് പറഞ്ഞത്. ഫഖാലൽ മലഉ അല്ലദീന കഫറു മിൻ ഖൗമി. അപ്പം നൂഹ് നബിയുടെ ഖൗമിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞു, മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. ഈ പറയുന്ന നൂഹ് നബി ഇല്ലാ ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. എന്താ ഇപ്പം നമ്മളെ കൂട്ടത്തിൽ ജീവിച്ച ആളെന്നില്ല, ഇവർക്ക് എന്താ പ്രത്യേകത? ഇതാണ് എല്ലാ ഖൗമിൽപ്പെട്ട ആൾക്കാരും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇദ്ദേഹം നമ്മളെപ്പോലൊരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലൊരു മനുഷ്യൻ തന്നെയാകുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ മക്കത്തെ മുശ്രിക്കുകളെ ആളുകളോട് പറയാം, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. നബിയെ നിങ്ങൾ പറയണം ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യരിലേക്കുള്ള പ്രവാചകന്മാരായിക്കൊണ്ട് മനുഷ്യന്മാരിനെ നിയോഗിക്കുന്നുണ്ട്. കാരണം ഒരു നൂഹ് നബിൻ്റെ ഖൗമ് ചോദിക്കണം, എന്താ യുരീദു അൻ യതഫദ്ദല അലൈക്കും, ഇദ്ദേഹത്തിന് നമ്മളെക്കാൾ പ്രത്യേകത ഒന്നുമില്ല, പക്ഷേ മൂപ്പരും കിട്ടും നമ്മളെക്കാൾ വലിയ
നമ്മൾ മെയിനാകാറില്ലേ, ഇജിപ്പോൾ നമ്മൾ മെയിനാകാൻ വന്നവിടെ. അതാണ് യുരീദു അൻ യതഫദ്ദല അലൈക്കും, ഇത് ഞങ്ങളെ മേലിൽ കുറച്ച് മെയിനാകാൻ വന്നവിടെ. ഞങ്ങളെപ്പോലത്തെ മനുഷ്യൻ തന്നെയാണ്. ഇനി വലൗ ഷാ അല്ലാഹു അൻസല മലായിക്കത്തൻ, ഇനി അള്ളാഹു ഒരു റസൂലിനെ അയക്കുകയാണെങ്കിൽ അത് ആരെ അയക്കണ്ടേ? മലക്കളെ അയക്കണം. ഇപ്പം നമ്മളൊരു മനുഷ്യനല്ലേ. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത മറുപടി മാത്രമല്ല റസൂലുള്ളാഹിക്ക് കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ, കുൽ നബിയെ നിങ്ങൾ പറയണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി സാധാരണ മനുഷ്യനാണെന്നാണോ? ആണോ? അല്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ ആക്ഷേപമായിക്കൊണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ മാഹാദ ഇല്ലാ ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞാൽ നമ്മളിടയിൽ ജീവിക്കുന്നൊരു സാധാരണ മനുഷ്യനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹിയുണ്ട്, അദ്ദേഹത്തിൻ്റെ റിസാലത്തുണ്ട്, പ്രവാചകത്വമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ പ്രവാചകന്മാരും ഇവിടെയും ഖൗമ അഭിമുഖീകരിച്ചൊരു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അല്ലെങ്കിൽ ദൂതന്മാരെ അയക്കുകയാണെങ്കിൽ ആരയക്കണം? മലക്കുകളെ അയക്കണം. യഥാർത്ഥത്തിൽ അത് പൊട്ടത്തരാണ് ഈ വാദം. എന്തുകൊണ്ടാണ്? മലക്കളെ അയച്ചിട്ടുണ്ടെങ്കിൽ ഓല് പറയും, അപ്പം ഇതുപോലെ ഇപ്പോൾ റസൂലുള്ളാഹിക്ക് പകരം ജിബ്രീൽ വന്നിട്ട് പറയുകയാണെന്ത്, നിങ്ങളുടെ നോമ്പ് വെൽക്കണം. നോമ്പ് വെൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സുബൈ മുതൽ വൈകുന്നേരം വരെ പട്ടിണി നടക്കണ്ടേ? അപ്പം എന്താക്കാൻ പറയാം, എനിക്ക് പറഞ്ഞാൽ മതി, എനിക്ക് തിന്നാൻ കുടിച്ചാനൊന്നുമില്ലല്ലോ. മലക്കളോട് ആൾക്കാരെന്താ പറയുക, എനിക്കിങ്ങനെ എനിക്ക് തിന്നാൻ കുടിച്ചാനൊന്നുമില്ല, എനിക്കിങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങളല്ലേ പട്ടിണി എടുക്കണ്ടേ? അപ്പം എന്താ? അപ്പോൾ ആ കൗലുണ്ടാവും. മാത്രമല്ല മലക്കളെ സംബന്ധിച്ചിടത്തോളം ആൺ പെൺ വ്യത്യാസമില്ല, കല്യാണം കഴിക്കില്ല, അതുപോലെ തന്നെ അവർക്ക് കുട്ടികളുണ്ടാവില്ല, വലിയ ശുദ്ധി ചെറിയ ശുദ്ധി ഭക്ഷണം ഇതൊന്നും അവർക്കില്ല. അപ്പം ഇതിനൊക്കെ എങ്ങനെ ഒരു മാതൃക കാണിച്ചു കൊടുക്കുക? ഇതൊക്കെ ഇങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് എങ്ങനെയാണ് ഒരു കുടുംബജീവിതത്തിൽ മാതൃക കാണിച്ചു കൊടുക്കുക? ഒരു വല്യാപ്പായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വാദം എന്തല്ല, അർത്ഥശൂന്യമാണ്. കാരണം അവർ വിചാരിക്കുന്നത് വെച്ചാൽ മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരാണ് മലക്കുകൾ, അതുകൊണ്ടാണ് മലക്കുകൾ വരണമെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളി, മനുഷ്യരാണോ മലക്കുകളാണോ അഫ്ളൽ? അഫ്ളൽ മനുഷ്യരാണോ മലക്കുകളാണോ അഫ്ളൽ? മുത്തലക്കൻ ഞാൻ പറഞ്ഞു, നിരുപാധികം മനുഷ്യരാണ് അഫ്ളൽ. ആദം നബിനോട് മലക്കുകൾക്കാണോ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്? മലക്കളോട് ആദം നബിക്കാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം, ആദം നബിക്ക് സുജൂദ് ചെയ്യാനാണ് പറഞ്ഞു. ആദം നബിക്ക് സുജൂദ് ചെയ്യാനാണ്. ആരാ അഫ്ളൽ? മനുഷ്യനാണ് അഫ്ളൽ. പക്ഷേ മാത്രമല്ല, ഇപ്പം ഏതുപോലെ ചോദിച്ചാൽ, ഇപ്പോൾ സ്വർഗത്തിൽ റസൂലുള്ളാഹി പറഞ്ഞല്ലോ ഹൂറിൽ സ്ത്രീകളുണ്ടാവും. പക്ഷേ അവർ ദുനിയാവിലുള്ള സ്ത്രീകളല്ല, അവർ സ്വർഗത്തിന് വേണ്ടി പടക്കപ്പെട്ട സ്ത്രീകളാണ്. പക്ഷെ ആ സ്ത്രീകളാണ് അഫ്ളൽ. ലോകത്ത് സ്വർഗത്തിലേക്ക് ദുനിയാവെന്ന് പോണ സ്ത്രീകൾ അഫ്ളൽ. ഹദീസിൽ കാണാം അവരെക്കാൾ 100 മടക്ക് അഫ്ളൽ ഈ ദുനിയാവെന്ന് പോണ സ്ത്രീകളെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളില്ലാതെ ഉള്ള സ്വർഗത്തിന് വേണ്ടി മാത്രം പടക്കപ്പെട്ടവരാണ്. അവരെക്കാൾ സൗന്ദര്യവും അവരെക്കാൾ ശ്രേഷ്ഠതയും ആർക്കായിരിക്കും? ദുനിയാവെന്ന് പോണ സ്ത്രീകൾക്കായിരിക്കും. മനസ്സിലല്ലേ? കാരണം എന്താ? അവരെക്കാൾ അഫ്ളൽ ഇവരാണ്. ആര്? ദുനിയാവിലെ സ്ത്രീകളാണ്. ഇതേപോലെ മലക്കളേക്കാൾ ശ്രേഷ്ഠത ആരാണ്? മനുഷ്യരാണ്. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടിനും കൊടുത്തു, ഇമ്മാ ശാക്കിറും വ ഇമ്മാ കഫൂറ. എന്നിട്ടും തെറ്റിപ്പോകാതെ സ്വർഗത്തേക്ക് എത്തണമല്ലോ അവർ. മലക്കളെ സംബന്ധിച്ചുള്ള പറഞ്ഞ ലാ യസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനൊന്നും എതിര് പ്രവർത്തിക്കൂല, അവർ അങ്ങനെ തന്നെ ചെയ്യുന്നവരാണ്. വയഫ്അലൂന മാ, എന്താണ് കൽപ്പിക്കപ്പെട്ടത് അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. ആര്? മലക്കൾ. അപ്പം അതുകൊണ്ട് തന്നെ മലക്കളാണ് അഫ്ളൽ. അപ്പം ഈ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ഒരു ധാരണ എന്ത്, നമുക്ക് മനുഷ്യന്മാരല്ല വണ്ടി, ആരാ വണ്ടി? മലക്കളാണ് വണ്ടി. കാരണം മലക്കളാണ് അഫ്ളൽ എന്ന ഒരു തെറ്റായ ധാരണ. അതേ സമയത്ത് പിന്നെ ഞാൻ പറഞ്ഞ മനുഷ്യന്മാരെന്തുണ്ട്, കാഫിര്യങ്ങളുണ്ട്. പക്ഷെ മലക്കൾ അങ്ങനെയല്ല, എല്ലാവരും നല്ലവരാണ്.
അവരല്ലാഹുവിനെ ധിക്കരിക്കാത്ത നല്ല സൃഷ്ടികളാണ് മലക്കുകൾ. പക്ഷെ മനുഷ്യന്മാരിലും ജിന്നുകളിലും എന്തുണ്ട്? കാഫിര്യങ്ങളുണ്ട്, മുനാഫിക്കുകളുണ്ട്, ഫാസിഖീങ്ങളുണ്ട്, തമ്മാടികളുണ്ട്, മുമിനികളുണ്ട്, ഒക്കെ ഉണ്ട്. പല ദർജ ഉണ്ട്. പക്ഷെ മലക്കുകൾ അങ്ങനല്ല. മലക്കുകൾ ദർജയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നന്മ എല്ലാവർക്കുമുണ്ട്. ഈമാനുള്ളവരാണ് എല്ലാവരും. മനുഷ്യന്മാരെല്ലാവരും ഈമാനില്ലാത്തവരാണ്. എല്ലാവരും ഈമാൻ ഒരേപോലെയുള്ള ആളുകളല്ല, വ്യത്യാസമുണ്ട്. ഈമാൻ ഉണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്, ഈമാൻ ഇല്ലാത്തവരും ഈമാൻ ഉള്ളവരും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒക്കെ വ്യത്യാസമുണ്ട്. പറഞ്ഞാൽ മുത്തല അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ ചോദ്യം അവർക്ക് മാഹാദ ബഷറില്ല ബഷർ മിഥിലുക്കും വലോ ഷാ അള്ളാഹു അൻസല മലായിക്കത്തൻ. അള്ളാഹ് ഞങ്ങളിലേക്ക് ദൂതനെ അയക്കുകയാണെങ്കിൽ ആരെ അയക്കേണ്ടത്? മലക്കുകളെയാണ് അയക്കേണ്ടത് എന്ന ധാരണ അവർക്കുണ്ടായത് ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഇതിനൊരു മാ സമിഅനാ ബിഹാദ ഫി ആബാഇനൽ അവ്വലീൻ. ഇങ്ങനൊരു വാദം ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളെ കാക്കക്കാരന്മാർ ഞങ്ങൾ കേട്ടിട്ടില്ല. ഇത് ലോകത്ത് നിങ്ങൾ ആലോചിച്ചു. ഇത് ആരാ പറഞ്ഞറിയോ? നൂഹ് നബിൻ്റെ കൗമൻ. അവിടുന്ന് കിട്ടിയതാണ് നമ്മുടെ കൗമിനത്. എവിടുന്ന്? ഇത് നമ്മളെ കാരണന്മാർ ഈ നബിദിനും മൗലൂദ് റാത്തീബൊക്കെ നിങ്ങൾ പുത്തൻവാദികൾ ഉണ്ടോ? അത് നൂഹ് നബി പുത്തൻവാദിയായി. ഇവിടെ ആരാ പുത്തൻവാദിയായത്? മാ സമേന ബിഹാദ, ഈ പറയുന്ന നിൻ്റെ തൗഹീദ് ഫി ആബാഇനൽ അവ്വലീൻ, ഞങ്ങളെ വാപ്പക്കാരന്മാർ ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ പുത്തൻവാദി ആരായി? നൂഹ് നബിയെ. ഷിർക്കിൻ്റെ ആൾക്കാർ പൗരാണികവാദി. ഒന്നര ഓല അസല് വാദക്കാർ നൂഹ് നബി പുത്തൻവാദി. ഇങ്ങനെ ലോകത്തെല്ലാം വന്നിട്ടുള്ളത്. എല്ലാവരും വന്നപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? നീ പുത്തൻവാദി, നീ ജമാഅത്തിനെ ഭിന്നിപ്പിച്ചു, നീ ആളുകളെ ഭിന്നിപ്പിച്ചു, ഒക്കെ ഭിന്നിപ്പിച്ചു എന്നാണ്. അപ്പം യഥാർത്ഥത്തിൽ ഒരു നിലക്ക് നോക്കിയാൽ സമുദായത്തിൽ ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും വിഷയത്തിൽ ഭിന്നിപ്പ് ഉണ്ടാകണം. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഐക്യമുന്നണി ഉണ്ടാക്കിയത് അല്ലല്ലോ. അവിടെ അതാണ് ഫുർഖാൻ എന്ന് പറഞ്ഞത്. ഹക്കും ബാത്തിലും വേർതിരിച്ചു. അപ്പോൾ അവിടെ ഭിന്നിപ്പുണ്ടായി. അതുകൊണ്ട് മക്കത്തെ മുശ്രിക്കിനും ഫറഖ്ത ജമാഅത്ത് അജ്ജ് വന്നിട്ട് ഇവിടെ ഐക്യം തകർത്ത്. അതാണ് നമ്മളെ 920 വരെ ഒരു കുഴപ്പം പടില്ലേ. വഹാബിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഒക്കെ വിദഗ്ധായത്. ഇസ്ലാമിൽ പണ്ടേ വിദഗ്ധൻ. ആ വിദഗ്ധങ്ങൾ എതിർക്കാൻ ആളില്ല ഇവിടെ എന്നുള്ളൂ. പരസ്യം എതിർക്കാൻ. അതെടുത്ത ആളിപ്പോൾ എതിർക്കാണ്ടായപ്പോൾ എന്തായത്? ഭിന്നിപ്പുണ്ടായി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നൂഹ് നബിൻ്റെ ഖൗമ് പറഞ്ഞ അതേ വാദമാണ് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞ വാദം. അതുതന്നെയാണ് കാലാകാലം മുശ്രിക്കുകൾക്ക് പറയാനുള്ളത്. അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഞങ്ങളുടെ കാക്കക്കാരന്മാർ ഇതിൽ നിന്ന് കേട്ടിട്ടില്ല ഫി ആബാഇനൽ അവ്വലീൻ. അത് ശരിയായിരിക്കും. കാരണം ആ കാക്കക്കാരന്മാരിലും ചിലതൊക്കെ ശിർക്ക് സംഭവിച്ച ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഈ ആയത്തിലുള്ള പറഞ്ഞത്. ഫഖാല അൽ മലഉ അല്ലദീന കഫറു മിൻ ഖൗമിഹി മാ ഹാദാ ഇല്ലാ ബശറുൻ മിഥ്ലുക്കും യുരീദു അൻ യതഫദ്ദല അലൈക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളെക്കാൾ ശ്രേഷ്ഠത നടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വലൗ ശാ അല്ലാഹു ലഅൻസല മലായിക്കത്തൻ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹു മലക്കുകൾ ഇറക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് മലക്കുകളൊക്കെ വിശ്വാസമുണ്ട്. മാ സമിഅനാ ബിഹാദ, ഈ വിഷയം ഞങ്ങൾ കേട്ടിട്ടില്ല ഫി ആബാഇനൽ അവ്വലീൻ, ഞങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയ പിതാക്കന്മാരിൽ ഞങ്ങൾ ഈ വാദം കേട്ടിട്ടില്ല. അപ്പോൾ അതാണ് ലോകത്തെല്ലാ ആളുകളും ഈ പാരമ്പര്യവാദത്തിലാണ് എന്ത് ചെയ്യുക, നിൽക്കുക. അതാണ് ഇപ്പോൾ മുശ്രിക്കുകളായ ആളുകൾ, മക്കത്തെ ആളുകൾ 3 ദലീലാണ് ഓരോ വാദത്തിന് പറഞ്ഞത്. ഒന്ന് ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഹാഉലായി ശുഫാഉന ഇൻദല്ലാഹ് വജദ്ന അലൈഹി ആബാഅന. ഈ 3 തെളിവാണ്. അഥവാ അവർ ശിർക്ക് ചെയ്യുന്നതിന് ന്യായം എന്താണ്? ഒന്ന് ഹാഉലായി ശുഫാഉന ഇൻദല്ലാഹ്, ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അതേപോലെ തന്നെ വജദ്ന അലൈഹി ആബാഅന. ഞങ്ങൾ വാപ്പക്കാരന്മാർ കണ്ടതാണ്. ഞങ്ങൾ പോലെ അള്ളാഹ് വിശ്വസിക്കുന്ന അള്ളാഹിലേക്ക് അടുപ്പിക്കാനാണ് അവർ അള്ളാഹിലേക്കുള്ള ശുപാർശകന്മാരാണ്. ഇതന്നെയാണ് ഇപ്പം ഇന്നത്തെ ഖൗം പറഞ്ഞത്. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ശരിക്കും മനസ്സിലാവും. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഒരാൾക്ക് തൗഹീദ് ഒരാൾ മനസ്സിലാക്കണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ശിർക്ക് എന്താ പറയുക, ഇസ്ലാം മനസ്സിലാക്കണം, ജാഹിലിത്ത് എന്താ മനസ്സിലാക്കിയാൽ മതി. ജാഹിലിത്ത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ശിർക്ക് തിന്മ എന്താണെന്ന് അറിയുന്ന ഒരാളുകൾക്ക് നന്മ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും കൽപ്പിച്ചത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.